വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഇസ്രായേൽ ലെബനൻ വെടിനിർത്തലായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 10 ദിവസത്തേക്കാണ് വെടിനിർത്തലായതെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് അറിയിച്ചു. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ഇക്കാര്യം ചർച്ച ചെയ്തെന്നും ട്രംപ്. എന്നാൽ ഹിസ്ബുള്ളയെക്കുറിച്ച് ട്രംപിന്റെ പോസ്റ്റിൽ പരാമർശമില്ല. തുടർ ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നീക്കങ്ങളിൽ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിനും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്കും ട്രംപ് നിർദ്ദേശം നൽകി. ഇസ്രായേലുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ ലെബനീസ് പ്രധാനമന്ത്രി നവാഫ് സലാം സ്വാഗതം ചെയ്തു. ഇറാനെ നിരീക്ഷിക്കുന്നുണ്ടെന്നും മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തിയോടെ സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുകയാണെന്നും അമേരിക്ക. ഹോർമുസ് ഉപരോധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇറാനെ സഹായിക്കുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുമെന്നും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് വ്യക്തമാക്കി. അതിനിടെ ട്രംപിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് ലിയോ 14 മാർപ്പാപ്പ രംഗത്തെത്തി. സമാധാന ചർച്ചകൾ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുമെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് സൈനിക നടപടിക്കായി കൂടുതൽ ശക്തിയോടെ അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞത്. ഇറാനെ നിരീക്ഷിക്കുന്നുണ്ടെന്നും മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തിയോടെ അമേരിക്ക തയ്യാറെടുക്കുകയാണെന്നും പീറ്റ് ഹെഗ്സെത്ത് അറിയിച്ചു. ഏതു വഴി തെരഞ്ഞെടുക്കണമെന്ന് ഇറാന് തീരുമാനിക്കാം. ഹോർമുസ് ഉപരോധം എത്ര കാലം വേണമെങ്കിലും അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പീറ്റ് ഹെഗ്സെത്ത്. യുഎസ് സൈന്യം യുദ്ധത്തിന് തയ്യാറാണെന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ഡാൻ കെയ്നും അറിയിച്ചു. അതിനിടെ ഇറാനെതിരായ ഹോർമുസ് ഉപരോധം കടുപ്പിക്കാൻ അമേരിക്ക നീക്കം തുടങ്ങി. ഇറാനെ സഹായിക്കുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കും. രാജ്യാന്തര കപ്പൽപാതയിൽ വെച്ചോ ഇറാന്റെ കടൽപാതയിൽ വെച്ചോ ആക്രമണം നടത്താൻ മടിക്കില്ലെന്നാണ് പീറ്റ് ഹെഗ്സെത്ത് ഇന്ന് പറഞ്ഞത്. ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് വരുന്ന എല്ലാ കപ്പലുകൾക്കും ഉപരോധം ബാധകമാണെന്നും പെന്റഗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം യുദ്ധത്തെ ന്യായീകരിക്കാൻ മതത്തെ ഉപയോഗിക്കുന്ന നേതാക്കളെ വിമർശിച്ച് ലിയോ 14 മാർപ്പാപ്പ രംഗത്തെത്തി. രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾക്കായി മതത്തെയും ദൈവത്തിന്റെ നാമത്തെയും കൃത്രിമമായി ഉപയോഗിക്കുന്നുവെന്നും മാർപ്പാപ്പ ആരോപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് വൻ സാമ്പത്തിക സഹായവുമായി സൗദി അറേബ്യ. $8 ബില്യൺ ധനസഹായം നൽകാൻ സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും നിർദ്ദേശിച്ചു. പാകിസ്ഥാൻ സെൻട്രൽ ബാങ്കിലെ നിക്ഷേപങ്ങൾ വിപുലീകരിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുകയാണ് സൗദിയുടെ ലക്ഷ്യം. പാകിസ്ഥാനുമായുള്ള ദീർഘകാല സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന പ്രഖ്യാപനമാണ് റിയാദിൽ നിന്നുണ്ടായിരിക്കുന്നത്. ആകെ $8 ബില്യൺ സാമ്പത്തിക പാക്കേജ് സൗദി അറേബ്യ പാകിസ്ഥാനായി അനുവദിച്ചു. ഇതിൽ പാക് സെൻട്രൽ ബാങ്കിൽ സൗദി നേരത്തെ നിക്ഷേപിച്ചിട്ടുള്ള $5 ബില്യൺ കാലാവധി നീട്ടി നൽകി. ഇതിനു പുറമെ $3 ബില്യൺ കൂടി അധിക നിക്ഷേപമായി പാകിസ്ഥാന് കൈമാറും. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സൗദി സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം. ആഗോള സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെ പ്രതിരോധിക്കാനും പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരാനും ഈ നീക്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും പ്രത്യേക താൽപര്യപ്രകാരമാണ് ഈ സഹായം അനുവദിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും സൗദി നൽകുന്ന തുടർച്ചയായ പിന്തുണയുടെ ഭാഗമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനയായും ഈ വൻ നിക്ഷേപത്തെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. 24 ജിദ്ദ. ഓസ്ട്രേലിയൻ കരസേനയ്ക്ക് ചരിത്രത്തിലാദ്യമായി വനിതാ മേധാവി സൂസൻ കോയിൽ ജൂലൈയിൽ ചുമതലയേൽക്കും. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസാണ് പുതിയ പ്രതിരോധ മേധാവികളുടെ പേര് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയയിൽ നിന്നും ഫനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി രാജ്യത്തിന്റെ സ്ഥാനമൊഴിയുന്ന പ്രതിരോധ സേനാ മേധാവികൾക്ക് പകരം പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചു. നാവികസേനയുടെ നിലവിലെ മേധാവിയായ വൈസ് അഡ്മിറൽ മാർക്ക് ഹാമണ്ടിനെ പുതിയ ചീഫ് ഓഫ് ദി ഡിഫൻസ് ഫോഴ്സ് CDF ആയി നിയമിച്ചു. ലഫ്റ്റനന്റ് ജനറൽ സൂസൻ കോയിലാണ് ഓസ്ട്രേലിയൻ കരസേനയുടെ പുതിയ മേധാവി. രാജ്യത്തിന്റെ ചരിത്രത്തിൽ കര, വ്യോമ, നാവിക വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ നേതൃത്വ സ്ഥാനത്ത് ഒരു വനിത എത്തുന്നത് ഇത് ആദ്യമായാണെന്നതും വളരെ ശ്രദ്ധേയമാണ്. ഈ നിയമനങ്ങൾ ജൂലൈയിൽ പ്രാബല്യത്തിൽ വരും. ഓസ്ട്രേലിയയുടെ പുതിയ CDF ആയ ഹാമണ്ടിന് 40 വർഷത്തിലധികം നീണ്ട നാവികസേനാ സേവന പരിചയമുണ്ട്. ഒരു സാധാരണ സെയിലറായി സൗദി അറേബ്യയിൽ ഓൺലൈൻ ഷോപ്പിംഗിന് പുത്തൻ വേഗവുമായി ലുലു ഗ്രൂപ്പിന്റെ ലുലു മിനിറ്റ്സ് 2.0 പദ്ധതിക്ക് തുടക്കമായി. റിയാദ് മുറബയിലെ അവന്യൂസ് മാളിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ M യൂസഫ് അലി ആദ്യ ഡിജിറ്റൽ ഓർഡർ സ്വീകരിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തു.
സൗദിയിലെ ഓൺലൈൻ ഷോപ്പിംഗ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് നവീകരിച്ച ലുലു മിനിറ്റ്സ് 2.0 ആപ്പ് ലുലു ഗ്രൂപ്പ് അവതരിപ്പിച്ചത്. AI അടക്കമുള്ള നൂതന സംവിധാനങ്ങളിലൂടെ ഏറ്റവും സുരക്ഷിതമായ ഷോപ്പിംഗ് അനുഭവമാണ് ലുലു ഉറപ്പാക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MA യൂസഫലി പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് അതിവേഗത്തിൽ വിരൽത്തുമ്പിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. Now a new digital era we are entering with artificial intelligence, digitalization, e-commerce, many more other things. So we have to go according to that. So we are going to not only 1-tier city, 2-tier city and 3-tier city for this digitalization and e-commerce. Because now e-commerce is very important part of our life now. Say quick delivery. This is number one. We want our people should reach the timing. Timing is very important, as I mentioned before. റിയാദ്, ജിദ്ദ, ദമാം, ഹായിൽ, തബൂക്ക്, യാംബോ, ഖമീസ് മുഷേത്ത്, തായിഫ്, അൽഹസ, ഹഫ്രൽ ബാത്തിൻ, ജുബൈൽ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ 45 ലുലു സ്റ്റോറുകളിൽ നിലവിൽ ഈ സേവനം ലഭ്യമാണ്. ഇഷ്ടമുള്ള ഡെലിവറി സമയം തെരഞ്ഞെടുക്കാനും മിനിറ്റുകൾക്കുള്ളിൽ സാധനങ്ങൾ ലഭിക്കാനും ഈ സംവിധാനം സൌകര്യമൊരുക്കുന്നു. AI സഹായത്തോടെ അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ നിർദ്ദേശിക്കാനും ഓട്ടോമേഷനിലൂടെ അതിവേഗ പർച്ചേസിംഗ് ഉറപ്പാക്കാനും ലുലു മിനിറ്റ്സിലൂടെ സാധിക്കും. പുതിയ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് 10 മുതൽ 200 റിയാൽ വരെ കിഴിവ് ലഭിക്കുന്ന ആകർഷകമായ കൂപ്പൺ ഓഫറുകളും ലുലു പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് കാർഡുകൾ ഒഴികെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒന്നിലധികം ഓർഡറുകളിൽ ഈ ആനുകൂല്യം ലഭ്യമാണ്. റിയാദിൽ നടന്ന ചടങ്ങിൽ ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് അടക്കമുള്ള മാനേജ്മെന്റ് പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. 24 റിയാദ്. മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ MK റാമിനെ പുറത്താക്കിയ മാനേജ്മെന്റ്. ഡോക്ടർ MK റാമിനെ പുറത്താക്കിയതോടെ ക്ലാസ് ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികൾ നടത്തിവന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. മകന്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കണമെന്ന് പിതാവ് രാജൻ 24നോട് പറഞ്ഞു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി മാനേജ്മെന്റ് പ്രതിനിധികൾ നടത്തിയ ചർച്ചയിലാണ് ഓറൽ പത്തോളജി ആൻഡ് മൈക്രോബയോളജി വിഭാഗം മേധാവി ഡോക്ടർ MK റാമിനെ പുറത്താക്കാൻ തീരുമാനമായത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. അധ്യാപകനെ പുറത്താക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും നിതിൻ രാജിന്റെ പിതാവ് രാജൻ 24നോട് പറഞ്ഞു. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദിയായത് ഈ കൊലവെറിയനായ ഈ റാമല്ലല്ലോ. ഇതിന്റെ ഇടയിൽ പ്രവർത്തിച്ചത് ഒരുപാട് കറുത്ത കരങ്ങളുണ്ട്. യവന്മാരെ എല്ലാം നിയമത്തിന്റെ മുന്നേ കൊണ്ടുവന്ന് വധശിക്ഷ കൊടുത്താൽ പോലും തീരുന്നതാണോ ഈ കാണിച്ച തെമ്മാടിത്തരം? തിങ്കളാഴ്ച മുതൽ വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരിച്ച് പ്രതിഷേധം നടത്താനിരിക്കെയാണ് മാനേജ്മെന്റ് നടപടി. റാമിനെ പുറത്താക്കാതെ ക്ലാസ്സിൽ കയറില്ലെന്ന നിലപാടിലായിരുന്നു BDS വിദ്യാർത്ഥികൾ. 24 കണ്ണൂർ. തിരുവനന്തപുരം പാറശാലയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ KCB താൽക്കാലിക ജീവനക്കാരൻ മരിച്ചെന്ന് പരാതി. ജോലിക്കിടെ കുഴഞ്ഞു വീണ അമ്പൂരി സ്വദേശി സന്തോഷിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഓക്സിജൻ നൽകാൻ പോലും ജീവനക്കാർ ഉണ്ടായിരുന്നില്ല എന്നാണ് ആരോപണം. പാറശാല താലൂക്ക് ആശുപത്രിക്ക് സമീപം ജോലി ചെയ്യവേ KCB താൽക്കാലിക ജീവനക്കാരൻ സന്തോഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ സഹപ്രവർത്തകർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഡോക്ടറോ ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. ഓക്സിജൻ സിലിണ്ടർ കണക്ട് ചെയ്യാൻ പോലും ജീവനക്കാർ ഉണ്ടായിരുന്നില്ലെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. സന്തോഷിന്റെ സഹപ്രവർത്തകർ ആശുപത്രിക്ക് മുമ്പിൽ വൻ പ്രതിഷേധമാണ് നടത്തിയത്. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്ന് നമ്മൾക്ക് അവരുടെ കുടുംബത്തിൽ അതിൽ സമാധാനം പറഞ്ഞ് നമ്മൾ തിരിയുന്നുള്ളൂ. അവർ വരുന്നത് വരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇനി ഇതിൽ ഒരു തീരുമാനമാവുന്നവരെ നെയ്യാറ്റിൻകര ഡിവിഷനിൽ നമ്മൾ ഒരു കോൺട്രാക്ട് പണിയും ചെയ്യുന്നില്ല. അതേസമയം ആശുപത്രിക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സൂപ്രണ്ട് നിത നായർ പറഞ്ഞു. വഴിയില്ല, കാരണം ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ. ചികിത്സ എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഈ ഓക്സിജൻ വെക്കാനായിട്ട് അതിന്റെ ട്യൂബ് ഫിറ്റ് ചെയ്യുന്ന ഡിലേ ആയിരിക്കും ചിലപ്പോൾ വന്നത്, അല്ലാതെ വേറെ ഡിലേ ഒന്നും വന്നിട്ടില്ല. തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയ ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം 24 നേരത്തെ വാർത്തയാക്കിയിരുന്നു. കോടികൾ ചിലവഴിച്ച് മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച ആശുപത്രിയിലാണ് ഒരു ആദിവാസി ജീവൻ ഇല്ലാതായിട്ടുള്ളത്. ചികിത്സാ നിഷേധമാണ് ഇതിനു പിന്നിലെങ്കിൽ കർശനമായ നടപടിയാണ് ഉണ്ടാവേണ്ടത്. ക്യാമറാമാൻ സന്തോഷ് ചേകവർക്കൊപ്പം S വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പോര് പരിധി വിട്ടതോടെ പരസ്യ ചർച്ച വിലക്കി കോൺഗ്രസ് നേതൃത്വം. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ആരും അഭിപ്രായം പറയേണ്ടതില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യേണ്ടെന്ന KC വേണുഗോപാലും നിലപാടെടുത്തു.
വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തുടങ്ങിയ മുഖ്യമന്ത്രി ചർച്ച കത്തിപ്പടർന്നതോടെയാണ് പരസ്യ ചർച്ച വിലക്കാൻ മുതിർന്ന നേതാക്കൾ ഇടപെട്ടത്. കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റോടെ സതീശ് വിഭാഗവും സുധാകരൻ വിഭാഗവും തമ്മിലുള്ള പോരായി മാറിയ സമൂഹമാധ്യമ ചർച്ച നിയന്ത്രിക്കണമെന്ന് ഹൈക്കമാൻഡ് KPC നേതൃത്വത്തോട് നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് കോൺഗ്രസിന് വ്യക്തമായ ഒരു നടപടിക്രമമുണ്ട്. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്ന് ആരായും. അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിച്ച് ഒരു തീരുമാനം പറയും. മുഖ്യമന്ത്രി ആരാണെന്ന് നിശ്ചയിക്കാൻ പാർട്ടിക്ക് ഒരു നേതൃത്വമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് KC വേണുഗോപാലും പരസ്യ ചർച്ച വിലക്കി. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഞാൻ അതിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ആസ് എ പാർട്ടിമാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 4-ാം തീയതി റിസൾട്ട് വരെ ജനങ്ങൾ നമുക്ക് അനുകൂലമായ വിധി എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനപ്പുറം വേറെ ഒന്നുമില്ല. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച പരിധിവിടുന്നതിൽ മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ട്. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നടക്കുന്ന പരസ്യ ചർച്ചകളിൽ കോൺഗ്രസിൽ അതൃപ്തി. ചർച്ചകൾ അനാവശ്യമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചപ്പോൾ അഭിപ്രായം പറയുന്നില്ല എന്നായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. സൈബർ പോരാളികളല്ല മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതെന്ന് ബെന്നി ബെഹനാൻ MP തുറന്നടിച്ചു. കോൺഗ്രസിലെ ചർച്ചകളെ മന്ത്രി V ശിവൻകുട്ടി പരിഹസിച്ചു. ഫലപ്രഖ്യാപനത്തിന് മുമ്പേ തുടങ്ങിയ മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ കടുത്ത അതൃപ്തിയിലാണ്. ചർച്ചകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ അത് വ്യക്തമാണ്. വിജയം കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെയും പ്രവർത്തകരുടെയും മനോവീര്യം കെടുത്തുന്നതാണ് ഇത്തരം ചർച്ചകളെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. അത് നമ്മളെ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കാൻ കാത്തിരിക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ മനോവീര്യത്തെ, പ്രവർത്തകരുടെയും മനോവീര്യത്തെ കെടുത്താൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. ഫലം വരുന്നതിന് മുമ്പുള്ള പരസ്യ ചർച്ച അനാവശ്യമാണെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. രാഹുൽ ഗാന്ധി പറഞ്ഞ് അതേ വാചകം ഏറ്റെടുക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങളുടെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ നോക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഒന്നിച്ച് ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കളിക്കണം, ഇതിൽ സിംഗിൾ ഡാൻസ് കളിക്കരുത്. ആ പറഞ്ഞത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ടീം UDF. സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആസൂത്രിത നീക്കങ്ങളോടുള്ള അമർഷവും പ്രതികരണങ്ങളിൽ കാണാം. സൈബർ പോരാളികളും സോഷ്യൽ മീഡിയയുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത്. എൻ്റെ അഭിപ്രായം പറഞ്ഞു. ആ ചർച്ച ഞാനിവിടെ അവസാനിപ്പിച്ചു. പൂന്താനത്തിന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യമന്ത്രി ചർച്ചകളെ തള്ളിയത്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ. അങ്ങനെ നാണം കെട്ട് നടക്കേണ്ട ഒരു പദവിയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളെ കളിയാക്കി മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. എത്ര 3 മുഖ്യമന്ത്രിമാരുണ്ട്? 5 3 പേരുണ്ട്. ഇനിയും കൂടും. കഴിഞ്ഞ പ്രാവശ്യം വകുപ്പെല്ലാം തിരിച്ചിരുന്നു. കാറിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. നമ്പർ 24 തിരുവനന്തപുരം. ഓസ്ട്രേലിയൻ കരസേനയ്ക്ക് ചരിത്രത്തിലാദ്യമായി വനിതാ മേധാവി. സൂസൻ കോയിൽ ജൂലൈയിൽ ചുമതലയേൽക്കും. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസാണ് പുതിയ പ്രതിരോധ മേധാവികളുടെ പേര് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയയിൽ നിന്നും പെരീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി രാജ്യത്തിന്റെ സ്ഥാനമൊഴിയുന്ന പ്രതിരോധ സേനാ മേധാവികൾക്ക് പകരം പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചു. നാവികസേനയുടെ നിലവിലെ മേധാവിയായ വൈസ് അഡ്മിറൽ മാർക്ക് ഹാമണ്ടിനെ പുതിയ ചീഫ് ഓഫ് ദി ഡിഫൻസ് ഫോഴ്സ് CDF ആയി നിയമിച്ചു. ലഫ്റ്റനന്റ് ജനറൽ സൂസൻ കോയിലാണ് ഓസ്ട്രേലിയൻ കരസേനയുടെ പുതിയ മേധാവി. രാജ്യത്തിന്റെ ചരിത്രത്തിൽ കര, വ്യോമ, നാവിക വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ നേതൃത്വ സ്ഥാനത്ത് ഒരു വനിത എത്തുന്നത് ഇത് ആദ്യമായാണെന്നതും വളരെ ശ്രദ്ധേയമാണ്. ഈ നിയമനങ്ങൾ ജൂലൈയിൽ പ്രാബല്യത്തിൽ വരും. ഓസ്ട്രേലിയയുടെ പുതിയ CDF ആയ ഹാമണ്ടിന് 40 വർഷത്തിലധികം നീണ്ട നാവികസേനാ സേവന പരിചയമുണ്ട്. ഒരു സാധാരണ സെയിലറായി സേവനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് സബ്മറൈൻ കമാൻഡറായും 2022 മുതൽ നാവികസേനയുടെ മേധാവിയായും പ്രവർത്തിച്ചു. പ്രതിരോധ മന്ത്രി റിച്ചർഡ് മാൾസ് വ്യക്തമാക്കിയത് ഹാമണ്ടിന്റെ പരിചയസമ്പത്തും നേതൃത്വശേഷിയും ഈ ഉന്നത പദവിക്ക് തികച്ചും അനുയോജ്യമാണെന്നാണ്. ഓസ്ട്രേലിയയുടെ ആണവ സബ്മറൈൻ പദ്ധതി ഉൾപ്പെടെയുള്ള പ്രധാന പ്രതിരോധ സംരംഭങ്ങളിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യ പസഫിക് മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾക്കിടയിൽ ഓസ്ട്രേലിയയുടെ പ്രതിരോധ തന്ത്രത്തിൽ സങ്കീർണമായ നിരവധി ചുമതലകളാണ് പുതിയ മേധാവികളെ കാത്തിരിക്കുന്നത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഹോർമൂസ് കടലിടുക്കിന്റെ ഉപരോധത്തിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയയ്ക്ക് ഇതുവരെ ഔദ്യോഗിക അഭ്യർത്ഥന ലഭിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കൂടാതെ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് നിർണായക ധാതുക്കളുടെ ഉൽപ്പാദനത്തിൽ അമേരിക്കയുമായി ചേർന്ന് വൻ നിക്ഷേപം നടത്താനും ഓസ്ട്രേലിയ പദ്ധതിയിടുന്നുണ്ട്. ഈ പുതിയ പ്രതിരോധ നേതൃത്വം വെല്ലുവിളികളെയും അവസരങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ഓസ്ട്രേലിയയ്ക്ക് നിർണായകരമായിരിക്കും.
പെനീന മാത്യു, 24 ഓസ്ട്രേലിയ. കാസർഗോഡ് 13-കാരന് സൂര്യാഘാതമേറ്റു. വീടിന് സമീപം കളിക്കുന്നതിനിടെയാണ് സംഭവം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ താപനില ഉയർന്നു തന്നെ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. അബ്ദുൾ റഹ്മാൻ പാണത്തൂരിന്റെ മകൻ മുഹമ്മദ് ജുബൈറിനാണ് സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ സൂര്യാഘാതമേറ്റത്. അസ്വസ്ഥതയെ തുടർന്ന് മുഹമ്മദ് ജുബൈറിന്റെ പുറം വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് സൂര്യാഘാതമേറ്റത് ശ്രദ്ധയിൽപ്പെട്ടത്. അതിനിടെ ഞായറാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെയും കൊല്ലത്ത് 39 ഡിഗ്രി വരെയും ചൂട് ഉയരുമെന്നാണ് സൂചന. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലയിലൊഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സൂര്യാഘാതം, സൂര്യതാപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വണ്ടി ഓട്ടം വന്നാൽ പോലും ഇവിടെ ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റാത്ത ചൂടാണ്. അതിരുന്ന് ഓട്ടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത്രമാത്രം ചൂടാണ്. ആരോഗ്യ വകുപ്പും എല്ലാ വകുപ്പുകളും പറഞ്ഞാൽ ഞങ്ങളെ കുടുംബം വെള്ളം കുടിക്കണമെങ്കിൽ ഈ വെയിലത്ത് കിടന്നാലേ പറ്റുള്ളൂ. വെള്ളമൊന്നുമില്ല, ചിലപ്പോൾ ഒന്നും വെള്ളം കിട്ടൂല, ബുദ്ധിമുട്ടാണ്. ആളുകൾ അങ്ങനെ അധികം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ പോയത് വെള്ളങ്ങൾ എടുക്കുന്നത്. അൾട്രാവയലറ്റ് രശ്മിയുടെ തോത് ഉയർന്നതും ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. 24 കൊച്ചി. കുരുക്ഷേത്ര NITയിൽ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്ന് പ്രതിഷേധം. 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ് ജീവനൊടുക്കിയത്. ക്യാമ്പസിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. കുരുക്ഷേത്ര NITയിൽ 2 ആഴ്ചക്കിടെ ഉണ്ടായത് 3 മരണമാണ്. SSLC പരീക്ഷാഫലം മെയ് 3-ാം വാരം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. നേരത്തെ മെയ് 8 ആയിരുന്നു തീരുമാനിച്ചിരുന്നത്. ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെ മൂല്യനിർണ്ണയം നടത്തും. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 25-ന് പ്രഖ്യാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ടാബുലേഷൻ നടപടികൾ പൂർത്തിയാക്കി മെയ് 3-ാം വാരം SSLC പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തും. 3-ാം വാരം ഇല്ല, 2 ദിവസത്തെ വ്യത്യാസം വരും. 3-ാം വാരം, അതായത് നമ്മുടെ ഗൾഫ് രാജ്യത്തെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ഡേറ്റ് കുറച്ചൊക്കെ മാറിയത്. ഗൾഫിലൂടെ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.